നമ്മുടെ സമരവേദികളിൽ അവരിപ്പോഴും നമ്മളിപ്പോൾ ഈ ഫ്ലോറിൽ നിന്ന് സംസാരിക്കുമ്പോഴും നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ നിരാഹാരം ഇരിക്കുന്ന ഒരു യുവജനതയുണ്ട് അവിടെ. നമുക്ക് അവിടേക്കൊന്ന് പോകാം. അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ശ്രീ. അതായത് ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞില്ല, അദ്ദേഹം ഇവിടെ നിന്ന് നേരെ ജന്തർ മന്ദറിലേക്കും നരേന്ദ്രമോദിയിലൊക്കെയാണ് പോകുന്നത്. കാരണം അദ്ദേഹത്തോട് ചോദിച്ചത് വളരെ ന്യായമായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു മന്ത്രിക്ക് സമരപ്പന്തലിൽ പോയി നേരിട്ട് ആ സമരക്കാരെ കാണാൻ പറ്റാത്തത്? രണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിന്റെ കാലത്ത് തിരികെ കയറ്റിയ സഖാക്കന്മാർ 1,14,000-ലധികം പേരുണ്ട്. എന്തുകൊണ്ട് അവർ അനധികൃതമായി തുടരുന്നവരാണ്? അവരെ പുറത്താക്കാൻ ഒരു താമസവുമില്ല, ഒരു കോടതിയും ഇടപെടില്ല. അവരെ മാറ്റിയിട്ട് ആ വേക്കൻസികളിലേക്ക് റാങ്ക് പട്ടികയിലുള്ളവരെ നിയമിക്കാത്തത് ഇതിന് പുള്ളിക്ക് മറുപടിയില്ല. ബേസിൽ പാറേക്കുടിയുടെ മറുപടിക്ക് എനിക്ക് ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? ബേസിൽ പാറേക്കുടി നമ്മൾ കേരളത്തിലെ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് കേന്ദ്രത്തിലേക്ക് പോകും. VD സതീശന്റെ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പരകായ പ്രവേശനം നടത്തി പെട്ടെന്ന് നരേന്ദ്രമോദി. കാരണം ഉത്തരം ഇത്രേ ഉള്ളൂ, എനിക്കുത്തരമില്ല. കാരണം VD സതീശന്റെ നയം അല്ലെങ്കിൽ അളവുകോൽ എപ്പോഴും പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയൻ എങ്ങനെയാണോ, പിണറായി വിജയൻ അങ്ങനെയല്ലേ ചെയ്തത്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്തു. പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ പോയില്ല, അതുകൊണ്ട് ഞാനും ഹെലികോപ്റ്ററിൽ പോകും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പിണറായി ആണോ VD സതീശൻ? ഞാനല്ല, പിണറായി ആയതുകൊണ്ട് ഞാൻ തുടരുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങൾ. എന്തായാലും സമര പന്തലിൽ നിന്നും LPST സമര പന്തലിൽ നിന്നും ശാലിനി ഒരിക്കൽ കൂടി ചേരുന്നു. ശാലിനി, 1 മണിക്കൂറാകുന്നു ലൈവത്തോൺ. ഇതിൽ ചർച്ചകളൊക്കെ തന്നെ ശാലിനി കേട്ടുകാണും, ചർച്ചകൾ ശാലിനിക്ക് മനസ്സിലായി കാണും. ഈ പറയുന്ന 2 മണിക്കൂർ ഈ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി, റാങ്ക് പട്ടികയിലേക്കുള്ള സാധാരണക്കാർക്ക് വേണ്ടി ജനം TV മാറ്റിവെക്കുകയാണ്. സർക്കാരിന്റെ കണ്ണു തുറക്കും വരെ നമ്മൾ ഈ പോരാട്ടം തുടരും. എന്താണ് സമരപ്പന്തലിൽ നിന്നും ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വാർത്തകൾ? രഞ്ജിത്തമ്പാടി അതേപോലെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുന്ന നിലപാടാണ് കോൺഗ്രസ് ഈ സമരത്തോട് കാട്ടിയിരിക്കുന്നത്. ഈ സമരത്തോട് മാത്രമല്ല, LPST UPST റാങ്കുകളോട് മാത്രമല്ല, അതിനപ്പുറത്ത് PSC നടത്തിയിട്ടുള്ള പല നോട്ടിഫിക്കേഷനുകളിലും പല പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിനോടും UDF അധികാരത്തിലേറി അവർ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു. ഇപ്പോഴും വിമുഖത കാട്ടുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ 2 സമരപ്പന്തലുകളാണ് ഈ റാങ്ക് ഹോൾഡേഴ്സിന് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സമരപ്പന്തലുകൾ ഇവിടെ ഉയരും. ഡ്രൈവർമാർ അടക്കമുള്ളവരുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 വർഷം കഴിഞ്ഞിട്ട് നിയമനം നടക്കാത്തതിലും താൽക്കാലികക്കാരെ തിരികെ കയറ്റിയതിലും അവരും വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരപ്പന്തലാണ്. അവരിപ്പോൾ അടുത്തൊരു സമരമുറ, ഒരു സമാധാന സമരം തന്നെയാണ് അവർ കഴിഞ്ഞ 35 ദിവസമായി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിരാഹാര സമരത്തിന്റെ സത്യാഗ്രഹത്തിന്റെ 11ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യനില വളർമതിയുടേത് മോശമാവുകയാണ്. അധ്യാപികയാണ്. യുവതലമുറകളെ, ഒരു കൂട്ടം തലമുറകളെ, പുതിയ സമൂഹത്തെ വാർത്തെടുക്കേണ്ട ഒരു കൂട്ടം അധ്യാപകരാണ് കോരിച്ചൊരിയുന്ന മഴയത്തും പെരുവെയിലത്തും ഒക്കെ ഈ സമരപ്പന്തലിൽ ഇങ്ങനെ തുടർച്ചയായിരിക്കുന്നത്. അവരെ കേൾക്കാൻ, അവരെ കാണാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല. യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകൾ, ഒപ്പം തന്നെ BJP അടക്കമുള്ള സംഘടനകൾ മാത്രമാണ് ഇവിടേക്ക് എത്തി അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നത്. അവർക്ക് ഒരു സഹായം എന്നോണം കേന്ദ്ര ഇടപെടലടക്കം എന്തെങ്കിലും തരത്തിൽ വേണമെങ്കിൽ അത്തരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങൾ നൽകി. എന്തായാലും സമരത്തിനിരിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉള്ളത്. അവരിപ്പോൾ അടുത്തൊരു സമരത്തിന്റെ ഭാഗമായി പാളയം വരെ ഒരു മാർച്ച് നടത്തുകയാണ്. അതിനുശേഷം തിരികെ ഇവിടെ വന്ന് ധർണ പോലെ തന്നെ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവർ കൈകളിൽ നമുക്ക് പ്ലക്കാർഡുകൾ കാണാം. 80% മാത്രം നിയമനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രം നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുക എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ റാങ്ക് പട്ടിക നിലനിൽക്കെ തന്നെ ഒരു നിയമനം പോലും നടത്താതെ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ്. നീതിപരമായി, നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ സമാധാനപരമായി സമരം തുടരുകയാണ് ഈ മഴയത്തും വെയിലത്തും ഉദ്യോഗാർത്ഥികൾ എന്നുള്ളതാണ്. കുഞ്ഞു മക്കളെ അടക്കമുള്ളവരെ വീട്ടിലിരുത്തി അവർ ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും തരത്തിൽ കണ്ണു തുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ അവസാന നിമിഷം വരെയും ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം കഷ്ടപ്പെട്ട അത്രയ്ക്ക് ഞങ്ങൾ പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്നെയാണ്. ഉറക്കം ഉളച്ചിരുന്നും ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് വീട്ടിലെ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് പഠിച്ചു വന്നത് കിട്ടണം എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷ. ആദ്യത്തെ റാങ്ക് പട്ടികയാണോ അതോ ഒരു അവസാന സ്വപ്നമാണോ ഈ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ പട്ടികയിൽ ഇടം പിടിച്ചത്? ആദ്യമായിട്ട് വന്ന റാങ്ക് ലിസ്റ്റാണ്. എങ്കിലും നമ്മളൊരു ജോലിക്ക് വേണ്ടി ഇനിയും പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സാഹചര്യങ്ങൾ കടന്ന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ലിസ്റ്റിൽ തന്നെ കയറണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാകാം നിങ്ങളെയൊക്കെ സർക്കാർ ഈ പെരുവെയിൽ തിരുത്താക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? കേട്ടില്ല, ഒരിക്കലോട് പറയും.
എന്തുകൊണ്ടായിരിക്കും സർക്കാർ നിങ്ങളെയൊക്കെ ഈ പെരുവെയിലത്തും ഈ മഴയത്തും ഇവിടെ ഇങ്ങനെ എത്തിക്കുന്നത്? കാരണം ഏകദേശം 35 ദിവസമായി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും നിങ്ങളെ മാത്രം പരിഗണിക്കാത്തത്? സർക്കാരിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് സാമ്പത്തികമില്ലായ്മ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സാമ്പത്തികം ഇല്ല എന്ന് പറയുമ്പോഴും സർക്കാർ എന്തിനാണ് ഈ പ്രിയദർശിനി അതുപോലെയുള്ള ഇതിനെ ഒരു ധാരണയിലെത്തിയതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കാരണം അതിന് സർക്കാരിന് പഠിക്കാനായിട്ടുള്ള ടൈം വേണ്ടി വന്നില്ല. പക്ഷേ ഈ എയ്ഡഡുകാർക്ക് 10,000-ഓളം പേർക്ക് അപ്രൂവൽ കൊടുക്കാനായിട്ടും അതിനൊക്കെ ഉള്ള ടൈം എടുക്കാതെ തന്നെ സർക്കാരിന് സാമ്പത്തികമുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി 12 മണി വരെ ഇരുന്ന് പഠിച്ചിട്ട് വീണ്ടും 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് അടുത്ത ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നവരാണ്. അതായത് PSC കോച്ചിങ്ങിനൊന്നും പോകാതെ തന്നെ വീട്ടിലിരുന്ന് റാങ്ക് ഫയൽ എടുത്ത് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ കാര്യം നോക്കിയിട്ട് രാത്രി 9 മണി തൊട്ട് 12:30 വരെ പഠനം. ബാക്കി എത്ര സമയമാണ് ഞങ്ങൾക്ക് ഉറങ്ങാൻ കിട്ടുന്നതെന്നൊന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോഴത്തേക്ക് വീട്ടു ജോലി തീർത്ത് വെച്ചിട്ട് വീണ്ടും അടുത്ത ഞങ്ങൾ ജോലിക്കായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഞങ്ങളെ സർക്കാർ പരിഗണിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ, അതായത് ഈ മന്ത്രിസഭ തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലൊരു PSC പരീക്ഷ വെച്ച് നോക്കുക. അപ്പോഴേ ഞങ്ങളുടെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. പറഞ്ഞൊരു നിസ്സാര കാര്യമല്ല, അത് വലിയ കാര്യമാണ്. കാരണം ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണോ മന്ത്രിമാരെ നിയമിക്കുന്നത്? പക്ഷേ കഷ്ടപ്പെട്ട് പഠിച്ച് മണിക്കൂറുകളോളം ഉറക്കമൊഴിഞ്ഞ് കുഞ്ഞുങ്ങളെയും മക്കളെയും ഒക്കെ നോക്കി രാപ്പകൽ അവർ അധ്വാനിച്ച് നേടിയതാണ് ഈ റാങ്ക് പട്ടികയിലുള്ള അവരുടെ സ്ഥാനം. പക്ഷേ ആ സ്ഥാനത്തെയാണ് സർക്കാർ ഇങ്ങനെ ചവറ്റുകൊട്ടയിൽ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ അടക്കമുള്ള സംഘം എത്തിയിട്ടുണ്ട്. വളർമതിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ആശങ്ക, ഒപ്പം തന്നെ ഒരു വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം ഇവരുടെ റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇവിടെ വലയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതിൽ യുവാക്കളുണ്ട്, സ്ത്രീകളുണ്ട്, ഉൾപ്പെടെയുള്ളവരുണ്ട്. അതിൽ ആദ്യമായി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചവരുണ്ട്, അവസാനമായി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചവരുണ്ട്, ഏജ് ഓവർ ആയവരുണ്ട്. ഇനി ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒരു ശ്രമം നടത്താനോ കഴിയാത്തവരടക്കമുള്ളവരാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. സർക്കാർ നിങ്ങളെ കണ്ടു, പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാകാം ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും ഒരു പരിഹാരമില്ല? ഞങ്ങൾക്ക് അത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് ഒരു അധ്യാപികയിലുപരി ഒരു 2 മക്കളുടെ അമ്മയാണ് ഇവിടെ ഈ ഒരു 11 ദിവസമായി ഇവിടെ നിരാഹാരം കിടക്കാൻ തുടങ്ങിയിട്ട്? അതൊന്നും കാണാൻ പറ്റാത്തൊരു ഭരണാധികാരികളെയാണോ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്നുള്ളൊരു ആകുലത, വിഷമൊക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. ശരിക്കും പറഞ്ഞാല് എയ്ഡഡുകാരുടെ പ്രശ്നങ്ങൾ തീർച്ചയായും ശാലിനി, അവരെല്ലാം അങ്ങേയറ്റം ദുഃഖത്തിലാണ്. ആ ദുഃഖം നമുക്ക് മനസ്സിലാകും. ശാലിനി ദയവായി ഒന്ന് തുടരുക.